ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ അധികം പേരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു സേഫ്റ്റി പ്രശ്നമെല്ലാമാണ് ഞാനിവിടെ പറയുന്നത്. അതിനാൽ തന്നെ ഈ ഒരു കാര്യമെല്ലാം അറിയാത്തവർ തീർച്ചയായും ഈ ഒരു വീഡിയോ എല്ലാം കണ്ടിരിക്കുക. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ മൊബൈലിൽ വന്നിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജസ് എല്ലാം തന്നെ. ഇവിടെ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഞാൻ ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജസ് എന്ന ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ ബാങ്കിൻ്റെ OTP, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് OTP, അതുപോലെ ബാങ്ക് ഇൻഫർമേഷൻ, പേഴ്സണലായ ഒരുപാട് മെസ്സേജസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാറുണ്ട്. ഇതെല്ലാം നമുക്ക് വരുന്നതെല്ലാം തന്നെ മറ്റൊരാളെല്ലാം കാണുകയാണെങ്കിൽ ഇത് വളരെയധികം ഡേഞ്ചറായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ മെസ്സേജ് ഓപ്ഷന് മുകളിലായി നിങ്ങൾ ഒരു പ്രൊഫൈൽ ഐക്കണെല്ലാം കാണാം. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഡിവൈസ് പെയറിംഗ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ ഒരു ഡിവൈസിൽ ഇത് ഷെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ മെസ്സേജസും മറ്റൊരാൾ അവരുടെ മൊബൈലിൽ അല്ലെങ്കിൽ ഡിവൈസിൽ കാണുന്നുണ്ട് എന്നതാണ് ഇവിടെ ഈ പെയർഡ് ഡിവൈസ് ഇവിടെ ആക്റ്റീവ് ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 99% ആളുകൾക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അത്ര അറിവുണ്ടാകില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ ഈ ഒരു മെസ്സേജ് ഓപ്ഷനിൽ പോയി പ്രൊഫൈൽ പോയതിന് ശേഷം ഈ പെയർഡ് ഡിവൈസ് എല്ലാം തന്നെ ഇവിടെ ആക്റ്റീവ് ആണോ എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എൻ്റെ ഈ ഒരു മെസ്സേജ് എല്ലാം തന്നെ ഇത് എൻ്റെ മറ്റൊരു ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഇതുപോലെ തന്നെ എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഏതൊരു മെസ്സേജ് വന്നാലും എനിക്ക് ഈ ഒരു ഫോണിലെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എൻ്റെ തന്നെ ഫോണിലാണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ തന്നെ ഷെയർ ചെയ്തതായതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല. എന്നാൽ നിങ്ങൾ അറിയാതെ ആരെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഈ ഒരു പ്രശ്നമെല്ലാം വരുന്നത്. കാരണം നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും അവർക്ക് അവരുടെ ഫോണിൽ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നമെല്ലാം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമെല്ലാം കാണുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ക്രീനിൽ പോയതിന് ശേഷം അൺപെയർ ഓൾ ഡിവൈസസ് എന്നതിൽ ടാപ്പ് ചെയ്ത് അൺപെയർ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സേഫാണ്. ഇനി വരുന്ന മെസ്സേജസ് ഒന്നും തന്നെ ആ ഒരു ഡിവൈസിലേക്ക് പോവുകയില്ല. അതായത് ഈ ഒരു ഡിവൈസിലേക്ക് ഇനി കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് ഇത് ഒരാൾ നിങ്ങളുടെ മൊബൈലെല്ലാം കിട്ടിയാൽ പെയർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി അവർ ചെയ്യുന്നത്, അവരുടെ മൊബൈലിൽ ആദ്യം ഇതുപോലെ messages.google.com/web എന്ന് കൊടുക്കുമ്പോൾ അവിടെ ഒരു QR കോഡ് എല്ലാം ഡിസ്പ്ലേ ചെയ്യും. ആ ഒരു QR കോഡ് നിങ്ങളുടെ മൊബൈൽ എടുത്ത ആരെങ്കിലും ഇതുപോലെ QR കോഡ് സ്കാനർ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് സ്കാൻ ചെയ്യുകയാണ് എന്ന് കരുതുക. ഇത്തരത്തിൽ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിവൈസ്, അതായത് നിങ്ങളുടെ ഈ ഒരു ഡിവൈസ് ഇത് അവരുടെ മൊബൈലുമായി പെയർ ആകും. അതിനാൽ തന്നെ നിങ്ങളുടെ ഈ ഒരു മെസ്സേജ് എല്ലാം തന്നെ അവർക്ക് അവിടെ നിന്ന് കാണാനെല്ലാം സാധിക്കും. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. നമ്മുടെ മൊബൈലെല്ലാം യൂസ് ചെയ്യുന്ന 99% ആളുകൾക്കും അറിയാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ഞാൻ പറയുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.